ആ ഞാൻ മാങ്ങ പറിക്കാൻ പോവാനേ. നീ എന്തെങ്കിലും കൊറേ നാളുണ്ട് ആ മാങ്ങ നോക്കിട്ടേക്ക്. എന്താ നാളെ ഹർത്താലാന്ന് കേട്ടായിരുന്നോ? നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ നാളെ ഹർത്താലാണെന്ന്? ഹർത്താൽ തീരുമാനിക്കുന്നത് ഞങ്ങൾ പാർട്ടിക്കാരാ. ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ പാർട്ടിയായിട്ട്? ഇപ്പം ഈ പഞ്ചായത്തിൽ ശക്തമായ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്. ഞങ്ങൾ ചിലപ്പോൾ ഹർത്താൽ പ്രഖ്യാപിക്കും. പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾ ആ ഹർത്താലൊക്കെ മാറ്റുകയും ചെയ്യും. നിന്റെ പ്രശ്നം ഇപ്പം എന്താണ്? ഞാനിപ്പോൾ അതല്ല പറഞ്ഞത്. നിങ്ങൾ മാറ്റോ മാറ്റാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ സാധനങ്ങൾ തീർന്നിരിക്കുവാണ്. എന്തെങ്കിലും ഈ പെണ്ണിന് ഞാൻ ഇവിടെ സാധനങ്ങൾ തീർന്നിരിക്കുക. എന്തെങ്കിലും മേടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെച്ച് വിളമ്പി തരാം. എനിക്ക് ഇനി കരക്കാരുടെ വീട്ടിലോട്ട് തെണ്ടാൻ പോകാൻ പറ്റില്ല. അതൊരിക്കലും എന്തായാലും അത് ചെയ്യാതിരിക്കണതാണ് നല്ലത്. എനിക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. പിന്നെ സാധനങ്ങളെ ചിലവാക്കുന്നത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് പിടിച്ച് ചിലവാക്കിയാൽ കൊള്ളാം. ഇത് അംബാനിയുടെ വീടൊന്നുമല്ല വാരിക്കോരി ചിലവാക്കാൻ. തീറ്റ കുറച്ചിട്ടുണ്ടെങ്കിൽ ചിലവാകലും കുറേ ഉണ്ടാവുള്ളൂ. എന്തായാലും പറഞ്ഞാൽ ഉടനെ തിന്നണം, കണക്ക് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ സാധനം മേടിക്കണ ലിസ്റ്റ് എഴുതി വെക്കണം. ഞാൻ മേടിച്ചോണ്ടിരാം വൈകിട്ട്. ലിസ്റ്റൊക്കെ എഴുതി തരാം. പൈസയും കൂടെ അതിൻ്റെ കൂടെ വെച്ചിരിക്കണം. പൈസ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? പൈസ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഏൽപ്പിച്ചതിലൊക്കെ കാണുമല്ലേ ബാക്കി. എന്നേൽപ്പിച്ച്? ഇത് തന്നെ നമ്മൾ കൊടുക്കണ പൈസക്ക് ഒരു കണക്കുമില്ല, ഒരു വിലയില്ല. അയ്യോ, എന്റെ ഓർമ്മയിൽ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലാറ്റ് 500 രൂപ തന്നതാ. നിനക്കിപ്പോ ഈയിടായിട്ട് ഓർമ്മ കുറവുണ്ടെന്ന് എനിക്കറിയാം. കയ്യിൽ 5 പൈസ ഇല്ലെന്താനും അഹങ്കാരത്തിന്. അയ്യോ, നീ ഇവിടെ ഇരുന്ന് സമ്പാദിച്ച് കൂട്ടുകല്ലേ.